ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ മിക്ക ചോദ്യങ്ങളും തന്നെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഇതിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 90 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചെമ്മീൻ എന്ന നോവൽ രചിച്ചത്? ചെമ്മീൻ എന്ന നോവൽ രചിച്ചത് തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ളയാണ് ചെമ്മീൻ എന്ന നോവൽ രചിച്ചത്. തകഴി ശിവശങ്കരപ്പിള്ള, ചെമ്മീൻ. ഹോർത്തൂസ് മലബാറിക്കസിൽ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്? ഹോർത്തൂസ് മലബാറിക്കസിൽ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? 742 ആണ്. 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 742. കഥകളിയിലെ അടിസ്ഥാന മുദ്രകൾ എത്രയാണ്? കഥകളിയിലെ അടിസ്ഥാന മുദ്രകൾ 24 ആണ്. കഥകളിയിലെ അടിസ്ഥാന മുദ്രകൾ എത്രയാണ്? 24. കേരളത്തിന്റെ ദേശീയോത്സവം? കേരളത്തിന്റെ ദേശീയോത്സവം ഓണം. ഏത് വിറ്റാമിന്റെ രാസനാമമാണ് കാൽസിഫെറോൾ? കാൽസിഫെറോൾ ഏത് വിറ്റാമിന്റെ രാസനാമമാണ്? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. വിറ്റാമിൻ ഡി. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാ സാഹിബ് ഫാൽക്കെ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ. ലോക പരിസ്ഥിതി ദിനം? ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ജൂൺ 5. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? ഇന്ത്യയുടെ സൗരമിഷൻ ആദിത്യ L1. ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? 1%. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1%. അടുത്ത ചോദ്യം, പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത്? ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം? 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, 2ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം കമന്റ് ചെയ്യുക. 2ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം. നിഴൽ തങ്ങൾ എന്ന പേരിൽ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത്? നിഴൽ തങ്ങൾ എന്ന പേരിൽ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത് ആര്? വൈകുണ്ഠ സ്വാമികളാണ് നിഴൽ തങ്ങൾ എന്ന പേരിൽ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത്. വൈകുണ്ഠ സ്വാമികൾ. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരായിരുന്നു? രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയർ. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ? നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ. അടുത്ത ചോദ്യം, ഭൂപ്രകൃതിയും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. പർവ്വതങ്ങൾ കാറ്റിന്റെ ദിശയ്ക്ക് തടസ്സമായി നിൽക്കുമ്പോൾ കാറ്റിന് അഭിമുഖമായ ചരിവുകളിൽ ധാരാളം മഴ ലഭിക്കുന്നു. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകൾ മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്.
രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകൾ കാറ്റിന് തടസ്സമാകാതെ സമാന്തരമായി നിൽക്കുന്നതിനാൽ അവിടെ മഴ കുറവാണ്. ചോദ്യം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. പർവ്വതങ്ങൾ കാറ്റിന്റെ ദിശയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുമ്പോൾ കാറ്റിന് അഭിമുഖമായ ചരിവുകളിൽ ധാരാളം മഴ ലഭിക്കുന്നു. ശരിയാണ്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകൾ മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ശരിയാണ്. രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകൾ കാറ്റിന് തടസ്സമാകാതെ സമാന്തരമായിട്ട് നിൽക്കുന്നതിനാൽ അവിടെ മഴ കുറവാണ്. ശരിയാണ്. രാഷ്ട്രപതിയുടെ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിയുടെ രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് ബ്ലാക്ക് പഗോഡ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. 1721. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളി. ഓപ്ഷൻ സി ആണ് ഉത്തരം. വെള്ളി. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി പദവി ലഭിച്ച ഇന്ത്യൻ നഗരം ഏത്? യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി പദവി ലഭിച്ച ഇന്ത്യൻ നഗരം ലക്നൗ. ഓപ്ഷൻ സി ലക്നൗ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കരിമീൻ. ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിച്ചത്? ആദ്യത്തെ മലയാള പത്രമാണ് രാജ്യസമാചാരം. രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരിയാണ് ഉത്തരം. ഓപ്ഷൻ സി തലശ്ശേരി. ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെട്ടിരുന്നത് ആര്? ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെട്ടിരുന്നത് ആര്? സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനാണ് ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് എവിടെ നിന്ന്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നുമാണ്. അയർലൻഡ്. ലോക്സഭാംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി. ലോകസഭാംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 25 വയസ്സാണ്. ഓപ്ഷൻ സി 25 വയസ്സ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സമ്പ്രദായം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സമ്പ്രദായം ശുപാർശ ചെയ്ത കമ്മിറ്റി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സമ്പ്രദായം ശുപാർശ ചെയ്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളാണ് നിലവിൽ ഉള്ളത്? 12 ഷെഡ്യൂളുകളാണ് നിലവിൽ ഉള്ളത്. ഓപ്ഷൻ സി 12. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം 3 ഓപ്ഷൻ സി ആണ് ഉത്തരം. ഭാഗം 3. അടുത്ത ചോദ്യം. ഏത് വിറ്റാമിന്റെ കുറവാണ് ബെറി ഉണ്ടാക്കുന്നത്? ഏത് വിറ്റാമിന്റെ കുറവാണ് ബെറി ഉണ്ടാക്കുന്നത്? വിറ്റാമിൻ B1. വിറ്റാമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ബെറി. ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന അലോഹം. ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന അലോഹം
ബ്രോമിൻ. ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന ലോഹമേത്? ബ്രോമിൻ. ഒരു വസ്തുവിന് സ്വന്തം ചലനത്തെ പ്രതിരോധിക്കുവാനുള്ള കഴിവ്. ഒരു വസ്തുവിന് സ്വന്തം ചലനത്തെ പ്രതിരോധിക്കുവാനുള്ള കഴിവാണ് ജഡത്വം. ഓപ്ഷൻ സി, ജഡത്വം. ധരാതലീയ ഭൂപടങ്ങളിലെ ചുവപ്പു നിറം സൂചിപ്പിക്കുന്നത്? ധരാതലീയ ഭൂപടങ്ങളിലെ ചുവപ്പു നിറം സൂചിപ്പിക്കുന്നത് പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയാണ്. പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയാണ് ധരാതലീയ ഭൂപടങ്ങളിലെ ചുവപ്പു നിറം സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓപ്ഷൻ സി, വൂളാർ തടാകം. പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഏത് പാറകളിലാണ് കാണപ്പെടുന്നത്? പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഏത് പാറകളിലാണ് കാണപ്പെടുന്നത്? അവസാദ ശിലകളിലാണ്. അവസാദ ശിലകളിലാണ് പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ കാണപ്പെടുന്നത്. അവസാദ ശിലകൾ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ആരവല്ലിയാണ്. ഓപ്ഷൻ സി, ആരവല്ലി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്? ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 1 ഏപ്രിൽ 1 ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്? പഞ്ചവത്സര പദ്ധതികൾ കടമെടുത്തത് റഷ്യയിൽ നിന്നുമാണ്. പഞ്ചവത്സര പദ്ധതികൾ കടമെടുത്തത് റഷ്യ. റൂർക്കല സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? റൂർക്കല സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനിയാണ്. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കല സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായത്. ഓപ്ഷൻ സി, ജർമ്മനി. പറക്കും സിംഗ് അല്ലെങ്കിൽ ഫ്ലൈയിങ് സിംഗ് എന്നറിയപ്പെടുന്നത് ആര്? പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് മിൽഖാ സിംഗ് ആണ്. മിൽഖാ സിംഗ്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് മിൽഖാ സിംഗ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഓപ്ഷൻ സി, ഹോക്കി. ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന കേരളത്തിന്റെ പദ്ധതി. അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് കെ ഫോൺ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കെ ഫോൺ. താഴെ പറയുന്നവയിൽ പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകി. റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം നൽകിയത്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ നോക്കി വെക്കുക പോയിന്റ്സ്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകി. റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ A.N. ഷംസീർ ആണ്. ഓപ്ഷൻ ബി, A.N. ഷംസീർ. ഗോൾഡൻ ഗേൾ ആരുടെ ആത്മകഥയാണ്? ഗോൾഡൻ ഗേൾ PT ഉഷ. PT ഉഷയുടെ ആത്മകഥയാണ് ഗോൾഡൻ ഗേൾ. ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ വികസിപ്പിച്ച സംവിധാനം. ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ വികസിപ്പിച്ച സംവിധാനമാണ് കവച്. ഓപ്ഷൻ ബി, കവച്. സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യ മലയാളി വനിത. സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് M. ഫാത്തിമ ബീവി ആണ്. ജസ്റ്റിസ് M. ഫാത്തിമ ബീവി.
1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? വിപ്ലവം ആരംഭിച്ചത് മീററ്റിൽ നിന്നാണ്. മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 തൂക്കിലേറ്റി. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. വിപ്ലവകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. എന്താണ്? കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാരാണ്? നാനാ സാഹിബ് ആണ്. ഇപ്പൊ ശരിയായിട്ടുള്ള പോയിന്റ്സും കൂടി നോട്ട് ചെയ്യുക. വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിലാണ്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8 വിപ്ലവകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, COVID-19 ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല? തൃശ്ശൂരാണ്. ഓപ്ഷൻ സി, തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. ഓപ്ഷൻ ബി, ഡോക്ടർ MS സ്വാമിനാഥൻ. ദേശീയ ബാലികാ ദിനം ഇന്ത്യയിൽ എന്നാണ്? ദേശീയ ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 24, ദേശീയ ബാലികാ ദിനം. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ബീച്ചാണ്. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. ഇന്ത്യയിലെ കൽക്കരി നഗരം? ഇന്ത്യയിലെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ധൻബാദ് ആണ്. ധൻബാദ്. ഇന്ത്യയിലെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ധൻബാദ്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത്? ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത്? ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, നന്ദലാൽ ബോസ്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം? ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284 ആണ്. ഓപ്ഷൻ സി, 284. സ്വത്തവകാശം നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? സ്വത്തവകാശം നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭേദഗതിയാണ്. ഓപ്ഷൻ ബി, 44-ാം ഭേദഗതി. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ? ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണി. PJ ആന്റണി. കൊല്ലത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരം? കൊല്ലത്തെ തിരുനെൽവേലിയുമായി ആര്യങ്കാവ് ചുരം. കൊല്ലത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? ഗ്രൂപ്പ് 14 ആണ്. ഗ്രൂപ്പ് 14. കാർബൺ ഗ്രൂപ്പ് 14. മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? വിശാഖദത്തൻ. മുദ്രാരാക്ഷസം വിശാഖദത്തൻ. ജടായുപ്പാറ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? ജടായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. കൊല്ലം. മയക്കുമരുന്ന് വിവരം പോലീസിന് നൽകുവാനുള്ള മൊബൈൽ ആപ്പ്? മയക്കുമരുന്ന് വിവരം പോലീസിന് നൽകുവാനുള്ള മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. യോദ്ധാവ്. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായ വർഷം? കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായ വർഷം 1991 ആണ്. 1991. GPS സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യം? GPS സംവിധാനം വികസിപ്പിച്ചെടുത്തത് USA ആണ്. USA. റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ്? റെസിസ്റ്റൻസ് ഓം. റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് ആണ് ഓം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിന് ഊർജം നൽകുന്നു. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവ അടങ്ങിയിരിക്കുന്നു. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായവ ഏതെല്ലാം എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാമാണ്. എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിന് ഊർജം നൽകുന്നു. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവ അടങ്ങിയിരിക്കുന്നു. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ്. ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയതാര്? കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായരാണ്. ഓപ്ഷൻ സി MT വാസുദേവൻ നായർ. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ആരുടേതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണമെന്നത് വൈകുണ്ഠസ്വാമികളുടെ മുദ്രാവാക്യമാണ്. വൈകുണ്ഠസ്വാമികൾ. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട വിദേശ ശക്തി? കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ഡച്ചുകാരാണ്. ഡച്ചുകാർ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ്. ഓപ്ഷൻ എ റോബർട്ട് ക്ലൈവ്. ബക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം ഈഴവ മെമ്മോറിയൽ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ? ഒന്നാം ഈഴവ മെമ്മോറിയൽ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബ്ബയ്യർ ആണ്. ശങ്കര സുബ്ബയ്യർ. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ലയിപ്പിച്ച പദ്ധതി? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ഏത് പദ്ധതിയിലാണ് ലയിപ്പിച്ചത്? സർവശിക്ഷ അഭിയാനിലാണ്. സർവശിക്ഷ അഭിയാൻ. ഓപ്ഷൻ സി സർവശിക്ഷ അഭിയാൻ. പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരം? പുകവലി നിരോധിച്ചത് അനുച്ഛേദം 21 പ്രകാരമാണ്. പുകവലി നിരോധിച്ചത് അനുച്ഛേദം 21 പ്രകാരം. പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ: ക്യോഷിയോക്കർ, മരാസ്മസ്. ക്യോഷിയോക്കർ, മരാസ്മസ് എന്നിവ എന്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? പ്രോട്ടീനിന്റെ കുറവ് മൂലമാണ്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെ? വെള്ളത്തിൽ ലയിക്കുന്നവ വിറ്റാമിൻ ബി, സി എന്നിവ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് A, D, E, K. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം? വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ഓസ്റ്റിയോപൊറോസിസ് ഏത് ധാതുവിന്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് കാൽഷ്യത്തിന്റെ കുറവ് മൂലമാണ്. കാൽഷ്യം. ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ പോഷകങ്ങൾ അറിയപ്പെടുന്നത്? ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ പോഷകങ്ങളാണ് സൂക്ഷ്മ പോഷകങ്ങൾ. ഓപ്ഷൻ സി സൂക്ഷ്മ പോഷകങ്ങൾ. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? പ്രോട്ടീൻ എത്ര ശതമാനം? 20%ആണ്. 20%. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര്? നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ധോണ്ടു പാണ്ട്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ധോണ്ടു പാണ്ട്. 1857 ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്? ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ ബഹാദൂർ ഖാൻ ആണ്. ഖാൻ ബഹാദൂർ ഖാൻ. മീററ്റിൽ 1857 കലാപം നയിച്ചത് ആര്? മീററ്റിൽ 1857 കലാപം നയിച്ചത് കദം സിംഗ് ആണ്. കദം സിംഗ്. എവിടെയാണ്? മീററ്റിൽ. കദം സിംഗ്. ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണി. ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് ഝാൻസി റാണി. താഴെ പറയുന്നവയിൽ മിതോഷ്ണ മേഖലയുടെ പ്രത്യേകത എന്താണ്? മിതോഷ്ണ മേഖല തന്നിരിക്കുന്ന ഓപ്ഷൻസ് വായിക്കാം. വർഷം മുഴുവൻ കഠിനമായ ചൂട് അനുഭവപ്പെടുന്നു. ശൈത്യകാലവും ഉഷ്ണകാലവും തമ്മിലുള്ള താപനിലയിൽ അന്തരം കൂടുതലായിരിക്കും. സമുദ്ര സാമീപ്യം ഒട്ടും ഉണ്ടാകില്ല. എപ്പോഴും മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു. മിതോഷ്ണ മേഖലയുടെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശൈത്യകാലവും ഉഷ്ണകാലവും തമ്മിലുള്ള താപനിലയിലെ അന്തരം കൂടുതലായിരിക്കും. നിലവിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത? ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യത്തെ വനിത ആശാപൂർണ ദേവിയാണ്. ആശാപൂർണ ദേവി. അമാവാസി ദിവസം നടക്കുന്ന ഗ്രഹണം ഏത്? അമാവാസി ദിവസം നടക്കുന്നത് സൂര്യഗ്രഹണമാണ്. സൂര്യഗ്രഹണം. ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷവിമുക്ത സംസ്ഥാനം
ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷവിമുക്ത സംസ്ഥാനം ഗോവ. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ രാജ്യസഭ. ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എത്രയാണ്? ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആണ്. ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം 40 കിലോമീറ്റർ. അവസാനത്തെ ചോദ്യം, ഉജ്ജിനി തണ്ണീർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉജ്ജിനി തണ്ണീർ തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. അപ്പോൾ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.